എന്തിനാച്ച ഈ കാശില്ലാത്ത സമയത്ത്? നിനക്ക് സുഖമാണോ മോളെ? നിന്നെ കാണാൻ കണ്ണു ഒതിക്കുന്നെന്നും പറഞ്ഞ് അവൾ അവിടെ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നിനക്ക് 2 ദിവസം അവളുടെ കൂടെ വന്ന് നിന്നൂടെ മോളെ? വരണോന്നൊക്കെ ഉണ്ട് അച്ഛൻ, ഞാൻ എങ്ങനെ വരാനാ? അവൾക്ക് ഞായറാഴ്ച പോലും ട്യൂഷനുണ്ട്. ഇപ്പൊ നമ്മുടെ തൊഴിലുറപ്പും തുടങ്ങി. നിന്നെ ഇപ്പോഴും അവ ഉപദ്രവിക്കോടി? അയ്യോ ഇല്ലച്ചാ, പിന്നെ ചെറുതായിട്ടൊക്കെ ചീത്ത വിളിക്ക്. നീ എന്തിനാ മോളെ കള്ളം പറയുന്നേ? മോളെ സ്കൂളിന്റെ അവിടെ വെച്ച് ഞാൻ കണ്ടു. അവള് പറഞ്ഞ സത്യങ്ങളല്ല. നിനക്ക് ഇതൊക്കെ സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ മോളെ? നിനക്ക് മോളെ വിളിച്ച് വീട്ടിൽ വന്ന് നിന്നൂടെ? എന്നിട്ട് അവിടെ ഒന്ന് വഴക്കുണ്ടാക്കാനാണോ അച്ഛ? കഴിഞ്ഞ ഉത്സവത്തിന് നടന്നൊന്നും അച്ഛൻ മറന്നിട്ടില്ലല്ലോ. ഇതൊക്കെ എന്റെ വിധിയാ, ഞാൻ അനുഭവിച്ചോളാം. ഇതെല്ലാം എന്റെ തെറ്റാ മോളെ. അവന്റെ ആലോചന വന്നപ്പോ അവന്റെ തറവാട് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അവന്റെ സ്വഭാവം നോക്കാൻ പറ്റിയില്ല. അവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ മോളെ? എവിടുന്നാ അച്ഛാ? എല്ലാരും ചീത്ത വിളിച്ചിട്ടേക്കുമല്ലേ. അമ്മ എല്ലാ സങ്കടങ്ങളും അച്ഛന്റെ മുമ്പിൽ കുടഞ്ഞിട്ട് കാണും. നീ ഇന്ന് പണിക്കൊന്നും പോയില്ലോടാ? ഇല്ല. എന്താ പണിയാൻ വന്നതാണോ രായനും? നിന്റെ കൂടെ കുടിക്കലെന്ന് പറഞ്ഞാ നീ കേക്കത്തില്ല. ഇവളെ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കടാ നീ. ഞാൻ അന്വേഷിച്ചു കൊടുക്കുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഉപദ്രവിക്കും, ചിലപ്പോ തല്ലും. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ഒരാള് എന്നെ കയറി ഗുണദോഷിക്കാൻ പറ്റില്ല. എനിക്കൊന്നും അറിഞ്ഞ് പെരുമാറാനില്ല. ഇത്തരം ചെയ്താലേ പായി മണ്ണിട്ട് പോകും. ഞാൻ പറഞ്ഞേ, ഇവിടെ വരാന്നെ മോളെ കണ്ടോണം, പൊക്കോണം. എന്നെ കയറി കൊണദോഷിക്കാൻ വരരുത്, കേട്ടല്ല? എന്താ ഇവിടെ ഉണ്ടാ എന്താ വീടാകുമ്പോ അങ്ങനെ പല പ്രശ്നവും നടക്കും. എന്നിട്ട് കയറി ചോദിക്കരുത്, അതിരെ നിന്നോണം. എന്താ കമ്പൗണ്ടിലെ കാണാൻ കയറി കഴിഞ്ഞ അവിടെ വന്നേക്കുന്ന ഒരു സാവിത്രി. വീടാകുമ്പോ ഇവിടെ ഇവിടെ എന്റെ വീടാണ്, ഞാൻ ചിലവിന് കൊടുക്കുന്ന വീട്, ഞാനാ കാര്യം അടയ്ക്കുന്നത്. എന്റെ പൊന്ന് ചേടാ അച്ഛ, ഈ കൊച്ചിനെ ജീവനോട് ഉണക്കി കൊണ്ടു, അല്ലെങ്കിൽ ആ കാലം തല്ലി കൊല്ലും. ഇങ്ങനെ നടന്ന് അടിയുള്ളാതെ നീ ആ കൊച്ചിനെ കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോടി. അവരെന്നെ പൊന്നുപോലെ നോക്കത്തില്ലേ? അച്ഛനമ്മ എന്നെ പൊന്നുപോലെ നോക്കാം. എത്ര നാൾ ഞാൻ അവിടെ പോയി നിൽക്കും ചേച്ചി. അണ്ണനാണെങ്കിൽ കല്യാണം കഴിച്ചൊരു കുടുംബമൊക്കെ ആയി. നാളെ ഞാനും മോളും അവർക്കൊരു ബാധ്യതയാവത്തില്ല.